എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ടിഷ്യൂ പേപ്പർ ഡിസ്പെൻസർ Arduino വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 2 റബ്ബർ റോളർ വേണം. അപ്പോൾ അത് ഈ പഴയ പ്രിൻ്ററിനകത്തൊക്കെ കിട്ടും. അപ്പോൾ അതുപോലത്തെ 2 റോളർ എടുക്കുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ബ്രാക്കറ്റ് 3Dയിൽ പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ നമ്മളൊരു ബെയറിംഗ് വെച്ചിട്ടുണ്ട്, ബെയറിംഗ് ഇൻസെർട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിന് മുകളിൽ വരുന്ന റോളറിന് ജസ്റ്റ് പ്രസ് ചെയ്യാനായിട്ട് ഒരു കോളം കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ അല്ലെങ്കിൽ ബോൾട്ട് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടൈറ്റ് ചെയ്യുമ്പോൾ 2 റോളറിൻ്റെയും പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ റോളർ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഈ മുകളിൽ കാണുന്ന ഈ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും റോളറിൻ്റെ ഗ്യാപ്പ് നമുക്കിവിടെ അടുത്ത് വരുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പറിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു വുഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ബ്രാക്കറ്റ് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡിലാണ് മോട്ടർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വുഡിൻ്റെ ഒരു പീസിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു Nema 70ൻ്റെ ഒരു സ്റ്റെപ്പർ മോട്ടറാണ്. അത് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3Dയിൽ ഒരു ബ്രാക്കറ്റ് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രാക്കറ്റാണ് നമ്മളതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ റോളറും അതുപോലെ തന്നെ ഈ മോട്ടറിൻ്റെ ഷാഫ്റ്റും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു കണക്ടർ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വുഡിലേക്ക് ഈ മോട്ടർ ബ്രാക്കറ്റ് സൈഡിൽ നിന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ 2 ഹോൾ കൊടുത്തിട്ടുണ്ട്. അത് ഈ വുഡിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി വേണ്ടത് ടിഷ്യൂ പേപ്പർ ലോഡ് ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡ് ഞാനിവിടെ 3Dയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്റ്റാൻഡ് നമ്മൾ ഈ റോളറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വേണ്ട പൊസിഷനിലായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഡിസ്പെൻസർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺട്രോളിംഗ് ബോർഡ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തൊരു ബോർഡാണ്. ഇതിന് വേണ്ടിയല്ല, ഇത് മൾട്ടിപർപ്പസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ 2 സ്റ്റെപ്പർ മോട്ടർ അതുപോലെ DC മോട്ടർ ഉപയോഗിക്കാം. സെർവോ 2 കണക്ട് ചെയ്യാം, IR കണക്ട് ചെയ്യാം, അതുപോലെ ബസറുകൾ IRൻ്റെ സ്ഥാനത്ത് നമുക്ക് ബസർ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രോക്സിമിറ്റി സെൻസറും നമുക്കിതിൽ കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടിപർപ്പസിന് വേണ്ടിയിട്ടുള്ള ബോർഡാണ്. അപ്പോൾ ഈ ബോർഡ് നമുക്കിതിലുള്ള കമ്പോണൻസുകളെല്ലാം ആഡ് ചെയ്തിട്ട് ബോർഡൊന്ന് സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ശേഷം ഇനി നോക്കാം. അപ്പോൾ നമ്മുടെ ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മളിവിടെ Arduino കണക്ട് ചെയ്യണം. Arduino കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് Arduino ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൽ ഞാൻ ഒരു സ്റ്റെപ്പർ മോട്ടറാണ് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഡ്രൈവർ ബോർഡാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഡ്രൈവർ നമുക്ക് ഇതിൽ പ്ലഗ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹീറ്റ് സിങ്ക് ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ഫാൻ കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാൻ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡിന് കുറച്ചുകൂടി ലൈഫ് ടൈം കിട്ടും. DC മോട്ടർ കണക്ട് ചെയ്യാം, 2 സ്റ്റെപ്പർ മോട്ടർ കണക്ട് ചെയ്യാം. പിന്നെ ഇതിലൂടെ നമുക്കൊരു പ്രോക്സിമിറ്റി സെൻസർ നമുക്ക് കണക്ട് ചെയ്യാം, 24 വോൾട്ടിൻ്റെ ഒക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ അത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്റ്റെപ്പർ മോട്ടറിൻ്റെ ലൈൻ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മളൊരു ബസർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ബസർ മൊഡ്യൂൾ നമ്മൾ ചെയ്തെടുത്താണ്. അപ്പോൾ 8050 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മളൊരു ബസർ മൊഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് D5 പിന്നിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് D5ലേക്ക് പ്ലസും മൈനസും സിഗ്നൽ D5 ആയിട്ട് കണക്ട് ചെയ്യാണ്. പിന്നെ അതുപോലെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള IR മൊഡ്യൂൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന IR മൊഡ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മൊഡ്യൂൾ നമ്മൾ D5ലാണ് കൊടുക്കുന്നത്.
അപ്പോൾ അതും D5ലേക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പവർ കൊടുത്തിട്ട് നോക്കാം.